നമ്മുടെ സംസ്ഥാന സർക്കാർ നിയമപരമായ രണ്ട് പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും ഒപ്പം തന്നെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരും. അതിൽ ആദ്യത്തേത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി എന്താണെന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാനാണ് ഇപ്പോൾ CPM തന്നെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത ഉറപ്പുവരുത്താൻ സുപ്രീം കോടതി ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി ബില്ലിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? ഇത് നടപ്പിലാക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നമുണ്ട്. മതനിരപേക്ഷത നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒന്ന് തന്നെയാണ്. അത് ലംഘിക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ എന്താകും സുപ്രീം കോടതിയുടെ നിലപാട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മറ്റു പാർട്ടികൾ മടിക്കുമ്പോൾ കൃത്യമായി CPM അതിനുവേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാർ ഈ പൗരത്വ നിയമ ഭേദഗതി ചട്ടം വിജ്ഞാപനം ചെയ്തതിനെതിരെ കേരളം നിയമപോരാട്ടത്തിന് സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ കഴിഞ്ഞ ദിവസം നടച്ചേർന്ന മന്ത്രിസഭാ യോഗം കൃത്യമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന ഉറച്ച നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. രാജ്യത്ത് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയതും നമ്മുടെ കേരള നിയമസഭയിലാണെന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കാൻ കഴിയും. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നേരത്തെ തന്നെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മതം, ജാതി, വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ലെന്നുള്ള ഭരണഘടനാ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായ നിയമമാണ് ഇതെന്നാണ് CPM ഈ ഒരു ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ചട്ടങ്ങൾ സ്വാഭാവികമായും ഭരണഘടനാ വിരുദ്ധമാണെന്നും നടപ്പാക്കാൻ സംസ്ഥാനത്തിന് ബാധ്യതയില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് അനുബന്ധമായി വന്ന പാസ്പോർട്ട് നിയമം ഉൾപ്പെടെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് കേരളം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിറകെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി അത് നടപ്പിലാക്കരുത്, ഇല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ എന്താണ് സുപ്രീം കോടതിയുടെ നിലപാട് എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കോടതിയെ തന്നെ നേരിട്ട് സമീപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 131 അനുച്ഛേദ പ്രകാരം മതം, ജാതി, വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല എന്നുള്ള ഭരണഘടനാ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPM ഇപ്പോൾ കോടതിയിൽ തന്നെ സമീപിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കേണ്ട എല്ലാവിധ അവകാശങ്ങൾക്കെതിരെ ഏതറ്റം വരെയും പോയി പോരാടാനുള്ള ഒരു ചങ്കൂറ്റം അത് ഇപ്പോഴത്തെ CPM-നുണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു പക്ഷേ ലോക്സഭയിലും രാജ്യസഭയിലും അംഗബലം ഉണ്ടായിരിക്കില്ല. അംഗബലമുള്ളവർ എന്താണ് ഈ വിഷയങ്ങൾ വന്നപ്പോൾ കാണിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതോടെ നിൽക്കട്ടെ. എന്നാൽ പോലും നിയമപരമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായി നമുക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും, അതിനുവേണ്ടി എങ്ങനെ പോരാടാൻ കഴിയും എന്ന് ചിന്തിക്കാൻ പോലും CPM എന്ന പാർട്ടി വേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിനും ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനമാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിലെങ്കിലും CPM നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർ ഈ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒന്ന് പോകാനെങ്കിലും ഇനിയെങ്കിലും ഒന്ന് തയ്യാറെടുക്കണം എന്നേ പറയാനുള്ളൂ. ഇനി കേരളം നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം, കേരളമെന്നല്ല എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാർ തരുന്ന പണം കൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചാൽ മതി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതേ തരൂ എന്നുള്ള ഒരു വാശി അവർക്കുണ്ടായിരുന്നു. അതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാർ കേൾക്കേണ്ടി വന്നിരുന്നത്. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ ഈ നമ്മൾ കൊടുത്തൊരു ഹർജിയുണ്ട്, ഈ പണം നമുക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിൻവലിച്ചാൽ പണം നൽകാം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു വാദത്തിനെ സുപ്രീം കോടതി തന്നെ പറഞ്ഞത് അത്ര വലിയ ഡയലോഗ് ഒന്നും അടിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാരിനില്ല. നിങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങൾക്കെതിരെ ഒരു സംസ്ഥാനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട്, അതിൽ കൈകടത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന് അനുകൂലമായ വിധി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയത്തെ കൃത്യമായി കഴിഞ്ഞ ദിവസവും നമ്മൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് 5000 കോടി രൂപ നമുക്ക് തരാം, അത് പക്ഷേ അത് അടുത്ത വർഷത്തെ കടമെടുപ്പിൽ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഇറക്കിയെങ്കിൽ പോലും 5000 കോടിയും വേണ്ട, നിങ്ങളുടെ ഔദാര്യവും വേണ്ട, പകരം കൃത്യമായി തരേണ്ടത് 10000 കോടിയെങ്കിലും ഇപ്പോൾ കിട്ടിയേ മതിയാകുള്ളൂ, അത് അടുത്ത വർഷത്തെ കടമെടുപ്പിൽ കുറയ്ക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ശക്തമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയാണ് CPM ചെയ്തത്, നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നുകൂടി പറയണം. മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്നത് പോലെ സാമ്പത്തികമായി തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം, അതിന്റെ ഭാഗമായാണ് കേരളത്തോടും ഇങ്ങനെ സാമ്പത്തികമായി വിവേചനം കാണിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് കൃത്യമായി കോടതിയിൽ നിന്ന് വന്ന ചില നിലപാടുകളുണ്ട്. അതിങ്ങനെയാണ്, ഈ 5000 കോടി കൂടി ഞങ്ങൾക്ക് നൽകാം എന്ന് കേരളത്തിന് നൽകാമെന്ന് കേന്ദ്രം പറയുമ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, 5000 കോടി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? സംസ്ഥാനം പറയുന്നുണ്ട് പറ്റില്ല.
10,000 കോടി കൃത്യമായി കിട്ടാതെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും, അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതിക്ക് ഇത് പ്രശ്നമാണ് എന്ന് കൃത്യമായി മനസ്സിലായി. കോടതി പറഞ്ഞു വിശദമായ വാദം ഞങ്ങൾ 21-ാം തീയതി കേൾക്കാം, വീണ്ടും എന്താണ് കേന്ദ്രത്തിന് പറയാനുള്ളത് എന്ന കാര്യമായി വരൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾക്ക് പാതി വിജയം ജയിച്ചു, പാതി വിജയം ലഭിച്ചു എന്ന് കരുതേണ്ടി വരും. അതിനൊപ്പം തന്നെ കോടതിയുടെ നിലപാടും ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധേയമായ ഒന്നാണ് എന്നുകൂടി പറയണം. കാരണം ഈ 10,000 കോടിക്ക് അർഹതയുണ്ടെന്നും അനുവദിക്കണമെന്നും വാദിക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത്. അതിനൊപ്പം അതേസമയം നിലവിലെ സാഹചര്യത്തിൽ അവർ നിർദ്ദേശിക്കുന്ന 5,000 കോടി സ്വീകരിച്ചൂടെ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് നമ്മുടെ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഇങ്ങനെ അംഗീകരിച്ചാൽ തന്നെ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായാണ് അവർ കാണുന്നത്, കേന്ദ്ര സർക്കാർ കാണുന്നത്. ഞങ്ങൾ ഇത്രയും തരാം, വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും വെച്ച് ജീവിച്ചോളൂ എന്നുള്ള അവരുടെ പരാമർശം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ട് നിയമപരമായ പോരാട്ടങ്ങളാണ് കേരളം ഇപ്പോൾ മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ, രണ്ട് ഈ ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ. ഈ രണ്ടിനുമെതിരെ ശക്തമായ പോരാട്ടം നയിക്കുമ്പോൾ അതിന് പിന്തുണ നയിക്കേണ്ട കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ മൗനം തുടരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ മതനിരപേക്ഷതയും ഫെഡറലിസവും ഉയർത്തിപ്പിടിക്കാൻ ഏതറ്റം വരെ പോകാനും കേരള സർക്കാരിനും CPM-നും മടിയില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിക്കുന്ന സുപ്രീം കോടതിയിലെ സംഭവ വികാസങ്ങൾ എടുത്തു പറയുന്നത്.